നമസ്കാരം. ലൈവ് മീഡിയ മൂർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂർക്കനാട് കാളിയാർകുളം ഏറുമാടം കൃഷിക്കൂട്ടം ഈ വേനൽക്കാലത്ത്, സ്പെഷ്യലി ഈ റംസാൻ മാസത്തിൽ മൂർക്കനാട്ടുകാർക്കും ചുറ്റുമുള്ള പ്രദേശത്തുകാർക്കൊക്കെ വിഷരഹിത തണ്ണിമത്തൻ വളരെ കുറഞ്ഞ വിലയിൽ നൽകും എന്നൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഏറുമാടം കൃഷിക്കൂട്ടം നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന വാക്ക് അവർ പാലിച്ചിരിക്കുകയാണ്. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ. നല്ല ഫ്രഷായിട്ടുള്ള തണ്ണിമത്തൻ കാണുമ്പോൾ തന്നെ, അത് നമ്മുടെ നാട്ടിൽ മൂർക്കനാട് പഞ്ചായത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും 5 ഏക്കറിലുള്ള ഒരു തണ്ണിമത്തൻ കൃഷി ആദ്യമാണെന്നാണ് കൃഷി ഓഫീസറും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ പറഞ്ഞത്. വിത്ത് ഇട്ടതിന് ശേഷം ഇന്ന് വിളവെടുപ്പ് നടക്കുന്ന ഈ ദിവസം വരെ കൊടും ചൂടിലും നല്ല തണുപ്പുള്ള പ്രഭാതങ്ങളിലും ഒന്നും ഇവർ തളർന്നിട്ടില്ല കേട്ടോ. വളരെ ഒരു ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കൃഷി ഇവിടെ നടന്നതും ഇനിയിപ്പോൾ ഇന്ന് വിളവെടുക്കാൻ പോകുന്നതും. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിനാധ്വാനവും മുതിർന്നവരുടെ ഉപദേശവും കൃഷിയിൽ മുൻപരിചയമുള്ളവരുടെ നേതൃത്വം കൂടിയായപ്പോൾ തരിശുഭൂമിയായി കിടന്നിരുന്ന മണ്ണിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് ഏറുമാടം കൃഷിക്കൂട്ടം. അപ്പോൾ ലൈവ് മീഡിയയുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സഹകരിക്കുക. വിളവെടുപ്പിൻ്റെ ഉദ്ഘാടന കർമ്മം ആരാധ്യയായ മൂർക്കനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി ശശികുമാർ അവർകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 4 വെറൈറ്റി തണ്ണിമത്തനും ഷമാമുമാണ് ഏറുമാടം കൃഷിക്കൂട്ടം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. റമദാൻ മാസമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ വെച്ച് അതിൻ്റെ റിവ്യൂ ചെയ്യാൻ കഴിയില്ല. എന്തായാലും നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള എല്ലാ ഇനങ്ങളുടെയും ഡീറ്റെയിൽ റിവ്യൂ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത തണ്ണിമത്തം കണ്ടിട്ട് നമ്മുടെ പ്രസിഡന്റ് തന്നെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് നല്ല ചുമപ്പ് കളറായിരുന്നു അകത്ത്. അത് നോമ്പായതുകൊണ്ട് തന്നെ മറ്റാരും കഴിക്കുന്നില്ല. പ്രസിഡന്റിനെ കൊണ്ട് തന്നെ അത് ടേസ്റ്റ് ചെയ്യിച്ച് അതിൻ്റെ അഭിപ്രായം ചോദിക്കുകയുണ്ടായി. വളരെയേറെ ഇഷ്ടപ്പെട്ടു പ്രസിഡന്റിന്. അപ്പോൾ ഓരോ ഇനങ്ങളുടെയും ഡീറ്റെയിൽഡ് റിവ്യൂ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട്, ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നോമ്പ് മാസം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. അപ്പോൾ എന്തായാലും പ്രസിഡന്റിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ട്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഏർമാടം ബോയ്സ് നമ്മുടെ പഞ്ചായത്തിനകത്തൊരു നല്ല രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ ആ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഷാഫിയൊക്കെയാണ് നേതൃത്വം നൽകുന്നത്. നമ്മൾ ജനുവരി 8-നാണ് ഇതിൻ്റെ വിത്ത് ഒക്കെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ കൃഷി നടത്തി. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ തരത്തിലുള്ള തണ്ണിമത്തൻ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല മധുരമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമില്ലാത്ത നമ്മുടെ നാട്ടിൽ തന്നെയുള്ള തണ്ണിമത്തൻ ഈ ഒരു നോമ്പ് കാലത്ത് കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നല്ല രീതിയിലൊരു മാർക്കറ്റ് നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ തന്നെ വിഷമൊന്നുമില്ലാതെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തണ്ണിമത്തനാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും വാങ്ങി ഇത് വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ തണ്ണിമത്തൻ കൃഷിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ആദ്യ വിത്ത് നടുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രശ്മി ശശികുമാർ അവർക്ക് തന്നെ വിളവെടുത്ത ആദ്യ തണ്ണിമത്തനുകൾ സന്തോഷപൂർവ്വം ഏറുമാടം കൃഷിക്കൂട്ടം കൈമാറി. വിപണനത്തിൻ്റെ ഭാഗമായി ആദ്യ വിൽപ്പന മുഹമ്മദ് ഹാജി, കാളഞ്ചിറ അബുക്ക എന്നിവർക്ക് നൽകിക്കൊണ്ട് വിപണന ഉദ്ഘാടനവും നടക്കുകയുണ്ടായി. മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ മണ്ണുംകുളം ഭാഗത്താണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. 5 ഏക്കറോളം വത്ത് കൃഷിയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നോട്ട് വന്ന സാഫി, മുഹമ്മദ് ഹാജി, മജീദ്, നാസർ അടക്കമുള്ള എല്ലാ ആളുകൾക്കും ഈ കാലഘട്ടത്തിൽ ലഹരിയുമായും അതുപോലെ യുവാക്കൾ പലവിധ ബുദ്ധിമുട്ടിലേക്കും അകപ്പെട്ടു പോകുന്ന ഈ കാലത്ത് കൃഷിയിലേക്ക് വന്ന ഈ യുവാക്കളെ അഭിനന്ദിക്കുകയാണ്.
നമ്മളെ മൂർക്കാട് പഞ്ചായത്തിൽ തന്നെ പിന്നെ അവരോട് ഇത് ചോദിച്ചറിഞ്ഞേക്ക് മൂർക്കാട് പഞ്ചായത്തിൽ തന്നെ ഇത് പിന്നെ ഇത്രയും ഒരു 5 ഏക്കർ സ്ഥലത്ത് 5 ഏക്കർ സ്ഥലമല്ലേ 5 ഏക്കർ സ്ഥലത്ത് ഇത് ആദ്യമായിട്ടാണെന്ന് അറിയാൻ കഴിഞ്ഞത്. മാഷാ അല്ലാ നന്നായിട്ട് നല്ല വിള ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവർ പറയണത്. പിന്നെ എന്തായാലും ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് പിന്നെ വന്ന ഇവരോട് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവർ പറഞ്ഞതിന് ബാക്കി തന്നെ പറയാനുള്ളത്, നമ്മൾ മൂർക്കാട് പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർക്കാട് പഞ്ചായത്ത് തന്നെ. ഇതിന് മുമ്പ് നമ്മൾ കരിഞ്ചാപ്പാടി കോട്ടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞ് കേട്ടുകല്ലാതെ നമ്മളിതിൻ്റെ അനുഭവം കണ്ടില്ല. അതിപ്പോൾ നമ്മളെ മുന്നിൽ തന്നെയാണ് അനുഭവമാണ്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്തു. അത് അതിൻ്റേതായ രീതിയിലുള്ള വിളവെടുപ്പ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോശമില്ല, നല്ല ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഏത് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ പരമാവധി ഇതിൻ്റെ വിപണി നമ്മുടെ നാട്ടിൽ തന്നെ ഇത് വിതരണം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. കാരണം നമ്മുടെ നാട്ടിലുണ്ടാക്കി നമ്മുടെ നാട്ടിൽ ധൈര്യമായിട്ട് പറഞ്ഞാൽ ആർക്കും കൊടുക്കുകയും ചെയ്യും, എന്തും ചെയ്യും. നമ്മളിപ്പോൾ പല ഉപയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടാണല്ലോ, പല വത്തക്കയിൽ പലതും കയറ്റിനും മറ്റതൊക്കെ. പക്ഷേ ഇതിൽ അങ്ങനത്തെ യാതൊന്നുമില്ല. അപ്പോൾ ആർക്കും കഴിക്കാൻ പറ്റിയതാണ്. ഏത് കുട്ടികൾക്കാണ് വലിയവർക്കാണ് എല്ലാവർക്കും പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുക. ഇത്രയും കൃഷി ചെയ്താലും ഇതിനോട് ഇനിപോലെ ഒരുപോലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരാൻ സൽമാൻ സഹായിച്ച ഏർമാടം ബോയ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിൽ ചോപ്പുണ്ട്. നാംദാരി പറഞ്ഞ വലിയ ഒറ്റക്ക 20 കിലോ ഉള്ള ഒറ്റക്കയാണ്. പിന്നെ ഓറഞ്ച് ഉണ്ട്, മഞ്ഞ, പിന്നെ ഇറാനി, സമാമ്, 5-6 ഐറ്റം ഉണ്ട്. പിന്നെ അതൊക്കെ ജൈവവളത്തിൽ ഉണ്ടാക്കണതാണ്. വിളവെടുപ്പ് ഉദ്ഘാടനവും വിപണന ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി. ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നോമ്പ് തുറന്ന് രാത്രിയിൽ വിളവെടുപ്പ് ബാക്കി പൂർത്തിയാക്കാം എന്നുള്ള ധാരണയിൽ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മജീദ്ക്കാണ് ഇതിൻ്റെ എല്ലാം കൃഷിയിൽ മുൻപരിചയമുള്ള മജീദ്ക്ക നമുക്ക് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റത്തിൽ നിന്നും ഓരോരെണ്ണം നമുക്ക് പറിച്ച് തരികയുണ്ടായി. അതോടൊപ്പം തന്നെ ഓറഞ്ച് കളറിലുള്ള വെറൈറ്റി നമുക്കൊന്നൊരെണ്ണം വെട്ടി കാണിച്ചു തന്നു. എന്താ അതിൻ്റെ ഒരു ഭംഗിയെന്നറിയോ. ടേസ്റ്റ് എന്തായാലും നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ ചെയ്യാം. പിന്നെ രാത്രിയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒരു ഉത്സവ അന്തരീക്ഷമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളും വയസ്സായവരും എല്ലാവരും കൂടെ ഏർമാടം കൃഷിക്കൂട്ടത്തിൽ ഏർമാടം കൂട്ടായ്മയിൽ അംഗമായിട്ടുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു ഉത്സവ പ്രതീതിയായിരുന്നു വിളവെടുപ്പിന് രാത്രി ഉണ്ടായിരുന്നത്. ഇത്രയും വിശാലമായിട്ട് ഏകദേശം 5 ഏക്കറോളം സ്ഥലത്താണ് ഈ കൃഷി ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് തണ്ണിമത്തനാണ് വിളവെടുത്ത് വിപണനത്തിനായി സജ്ജീകരിക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേരുടെ പരിശ്രമം ആ ഒരു രാത്രി നമുക്ക് കാണാൻ പറ്റി. ഒരു തളർച്ചയും കൂടാതെ നോമ്പിൻ്റെ ഒരു ക്ഷീണമൊന്നുമില്ലാണ്ട് ഒരു പ്രത്യേക ഊർജ്ജത്തോട് കൂടിയിട്ട് തന്നെയായിരുന്നു എല്ലാവരും ഈ ഒരു വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകൾ എടുത്തുകൊണ്ട് ഈ വിളവെടുപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് തണ്ണിമത്തൻ വെട്ടി നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ക്യാമറ ഒക്കെ ഓഫാക്കിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും വയറും ഓരോ തണ്ണിമത്തൻ പോലെ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ എന്താ ഈ ഒരു കാഴ്ച ഒരു കൂട്ടായ്മയിലുള്ള മുഴുവൻ പേരും വളരെ ഊർജ്ജസ്വലരായിട്ട് ഇത് ഈ കൃഷിസ്ഥലത്ത് നിന്നും വിപണനം നടത്തുന്ന നമ്മുടെ ഏർമാടം കാളിയാർകുളത്തിന് സമീപത്തായിട്ടാണ് ഇതിൻ്റെ വിപണനം ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മാർച്ച് 8-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്നേ ദിവസം തന്നെ വൈകുന്നേരം മുതൽ ഇവിടെ തണ്ണിമത്തൻ എല്ലാവർക്കും ലഭിക്കും കേട്ടോ. സാധാരണ വിപണി വിലയിൽ നിന്നും വളരെ താഴ്ന്ന വിലയിലായിരിക്കും ഇവിടുന്ന് തണ്ണിമത്തൻ ലഭിക്കുക എന്ന് നമ്മുടെ ഏർമാടം കൃഷിക്കൂട്ടത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധാരണ തണ്ണിമത്തന് പുറമെ ഓറഞ്ച് കളറിലുള്ള വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ മഞ്ഞ കളറിലുള്ള വെറൈറ്റി ഉണ്ട്, ഷമാമുണ്ട്. എല്ലാം ഇവിടുന്ന്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെങ്ങാട് ചെമ്മലശ്ശേരി റൂട്ടിൽ മൂർക്കനാട് കാളിയാർകുളം നമുക്കെല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമാണ്. ഏറുമാടത്തിൻ്റെ സമീപത്ത് കാളിയാർകുളത്തിന് സമീപത്താണ് ഈ ഒരു വിപണന കേന്ദ്രം ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞ ഏകദേശം പകുതി മുക്കാലും ഇവർ ഏതാണ്ട് 75% കൃഷി സ്ഥലത്തു നിന്നുള്ള തണ്ണിമത്തനെല്ലാം ഇവർ കളക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. റംസാൻ മാസമായതുകൊണ്ട് തന്നെ
തണ്ണിമത്തിന് വളരെയേറെ ഡിമാൻഡാണ്. ഒന്നിച്ച് ഈ കൃഷിത്തോട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ കച്ചവടക്കാർ സമീപിച്ചെങ്കിലും അതിനൊന്നും ഏറുമാടം കൃഷിക്കൂട്ടം സമ്മതിച്ചിട്ടില്ല. നമ്മുടെ നാട്ടുകാർക്ക് വിഷരഹിത തണ്ണിമത്തൻ ഈ വേനലിലും എസ്പെഷ്യലി റംസാനിൽ നൽകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ ഒരു കൃഷി സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വാക്ക് അവർ പാലിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമയമായ തണ്ണിമത്തൻ ഇപ്രാവശ്യം കഴിക്കേണ്ടി വരില്ല എന്ന് അവർ തീർത്ത് പറയുന്നുണ്ട്. ഈ വിളവെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ നേരത്തെ സജ്ജീകരിച്ചിട്ടുള്ള കൃഷിസ്ഥലത്ത് വീണ്ടും വിത്തിറക്കാൻ തന്നെയാണ് ഏറുമാടം കൃഷിക്കൂട്ടത്തിൻ്റെ പദ്ധതി. നിലവിലുള്ള വെറൈറ്റികൾ വീണ്ടും കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ വെറൈറ്റികൾ തണ്ണിമത്തനിൽ തന്നെ പുതിയ വെറൈറ്റികൾ പരീക്ഷിക്കാനും ഏറുമാടം കൃഷിക്കൂട്ടത്തിന് പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ തുടർന്ന് നമ്മളെ ചാനലിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്ലാനുണ്ട്. എന്തായാലും ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ കൂടെയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം സംരംഭങ്ങൾ യുവാക്കളുടെ നേതൃത്വത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ നടത്തുന്ന സംരംഭങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീഡിയോയ്ക്ക് ഇടയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ ആ നമ്പറിൽ അവരുമായിട്ട് ബന്ധപ്പെടുക. ഇതിൻ്റെ വിൽപ്പനയുടെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളെ നാട്ടിലുണ്ടായ ബത്തക്കകളാണ്. പല ഐറ്റംസായിട്ട് ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ മഞ്ഞ, ചുവപ്പ്, പിന്നെ ഓറഞ്ച്, ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് വരുന്നത്. ഇറാനി എന്നൊക്കെ പേരിലൊക്കെ പല പേരിൽ നമ്മൾ മാർക്കറ്റിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഇത് ജൈവവളം മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയൊരു സാധനം ആയതുകൊണ്ട് നമ്മളെ നാട്ടിൽ വിറ്റ് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇതുണ്ടാക്കിയ ആളുകൾക്കുള്ളത്. അപ്പോൾ ഇനി അതിന് ബാക്കി നമ്മൾ നാട്ടിലുള്ള ആളുകളാണ് ഇതിന് എന്ത് വേണ്ടത്, അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ മൂർക്കാട് ഏർമാടം ബോയ്സിൻ്റെ അവിടെ കളിർക്കുളം പള്ളിയുടെ ഭാഗത്ത് വന്നാൽ ഇത് വിൽപ്പന ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ വിലനെ പറ്റി പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ നിലവിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കറ്റിൽ പുറത്തുനിന്ന് സാധനങ്ങൾ വന്നിട്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന സാധനങ്ങളാണല്ലോ ഉള്ളത്. ഇത് നമ്മളെ നാട്ടിൽ പിന്നെ ഉള്ള സാധനമാണ്. അപ്പോൾ വില കുറച്ചിട്ടാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് ആ എക്സ്പെൻസ് എല്ലാം കട്ട് ചെയ്തിട്ട് വില കുറച്ചെന്ന് ഉദ്ദേശിച്ചത് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ് കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് വാങ്ങി കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മളെ നാട്ടുകാരെല്ലാവരും ഈ വക സംരംഭങ്ങൾ പിന്നെ നടത്തുന്ന ആളുകളുമായിട്ട് സഹകരിച്ച് പോയാൽ പിന്നെ നമുക്ക് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാനുള്ള സിറ്റുവേഷൻ വിവരമായിട്ട് ഉണ്ടാക്കിത്തരും ചെയ്യും. ഏറുമാടം കൃഷിക്കൂട്ടം മൂർക്കനാടൻ വത്തക്ക എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു വത്തക്ക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂർക്കനാട് കാളിയാർക്കുളത്ത്, അതായത് വെങ്ങാട് ചെമ്മലശ്ശേരി റൂട്ടിൽ മൂർക്കനാട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഏറുമാടം കാണാൻ പറ്റും. ഏറുമാടത്തിനടുത്ത് തൊട്ട് ഒരു ചെറിയ പള്ളിയുണ്ട്, നല്ലൊരു കുളമുണ്ട്. പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിൻ്റെ വിപണനവും ഇവർ സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം.